ഇവിടെ ഒന്നും ഈ പെണ്ണെ കണ്ടില്ല. എന്തൊരു സുഖരാൻ തോ നേരം വരത്തെ ആയിരുന്നേ ഇവിടെയൊക്കെ നോക്കണം. അവിടെ എങ്ങും കണ്ടില്ല. ഞാൻ പറഞ്ഞു ഒരു വേലയ്ക്ക് പോവല്ലേ, ചുമ്മാ വീട്ടിൽ ഇരിക്കുമോന്ന്. കേക്കിയില്ല. പോവും. രാത്രി ആകുമ്പോ കുളിപ്പും നനമ്പുമൊക്കെ. അതിലാണ് ഇതൊക്കെ കൂടുന്ന. ഒരു നേരം ഉച്ചയ്ക്ക് ഒരു നേരം കുളിക്കാള് എപ്പോഴും കുളിക്കാൻ പോവല് എന്ന് പറഞ്ഞാൽ അവർ കേക്കിയില്ല. ഇന്ന് നേരം വെളുത്തേരത്തെ കണ്ടില്ല. ഇവിടെയൊന്നും കണ്ടേയില്ല. എവിടെ പെയ്യാതോ ഇത്രയും നേരമായിട്ട് കണ്ടില്ല. ഇവിടെയും കണ്ടില്ല. തിന്നാത്ത നേരത്ത് മാത്രം കണ്ട്. അവക്ക് തിന്നാൻ കൊടുക്കാൻ നേരത്ത് മാത്രം കണ്ട്. അല്ലാതെ ഇവിടെ ഒരു സമയം കണ്ടില്ല. എവിടെ പെയ്യാതോ? ആ പെണ്ണെവിടെ പെയ്യാ? ആ പെണ്ണെവിടെ പെയ്യാ? എന്ത് ഞാൻ പറഞ്ഞില്ലേ രാത്രി കുളിക്കല്ലേ? കൊച്ചിനെ കൊണ്ടുതന്നെ എന്നും സുഖമായിട്ട് വരണം. പെണ്ണാമുറിയിലല്ലേ കിടക്കണ? ഞാൻ പൈക്കോളാം. അവിടെ പോയി വിളിക്കണ്ട. ഇതല്ലേ മുറി? പെണ്ണേ പെണ്ണേ എന്ത് നീ എന്താ പറഞ്ഞ? ഞാൻ പറഞ്ഞില്ലേ കൊച്ചിന് ഒന്ന് കൊണ്ട് നടക്കണയില്ലെന്ന്. അത് തന്നെ നിനക്ക് സുഖമായിട്ട് പിടിക്കണം. ആ ചെറുക്കന്നല്ലേ കുഴപ്പം. ഇന്നലെ ആശുപത്രി പേര് കുറഞ്ഞില്ലേ? അപ്പൊ ഇനിയും പോണം. ഇന്ന് ശിവരാത്രിയല്ലേ? എഴുന്നേരി ഇന്ന് പൊങ്കാലയുടെ പോത്ത വയ്യാത്തോണ്ടാണാ? വയ്യാത്തോണ്ട് ഞാൻ പൊങ്കാലയുടെ ഇന്നലെ വ്രതമൊക്കെ എടുത്തില്ലേ വയ്യെങ്കിലും കുറയൂന്ന് കരുതി. പക്ഷെ കുറഞ്ഞില്ല. പിന്നെ എന്നും പോണ? പിന്നെ എനിക്ക് ഇന്ന് ശിവരാത്രിയല്ലേ? കിടന്നു ഉറങ്ങും. കുമ്പളപ്പൊക്കെ ഉണ്ടാക്ക്. നീ കയറി കിടക്കാ. ഇന്ന് ശിവരാത്രിയല്ലേ? വയ്യമ്മ കുമ്പളപ്പൊക്കെ ഉണ്ടാക്കാം. നമുക്ക് പിന്നെ ഒരു ദിവസം ഉണ്ടാക്കാം. പിന്നെ ഒരു ദിവസം ഒരുപാട് ദിവസം വലിയ നിനക്ക് എന്തൊരു സുഖടി. അതൊക്കെ അങ്ങ് പോവും. നീ കുളിക്കാതെ എഴുതാ മതി. 2 ദിവസം കുളിക്കാതെ എഴുതാ. കുളിക്കാതെ കുമ്പളപ്പം ഉണ്ടാക്കി കൂടല്ല, കുളിച്ചിട്ടേ കുമ്പളപ്പം ഉണ്ടാക്കാം. ശിവരാത്രിയല്ലേ? ഉച്ചക്ക് വൈകുന്നേരം കുളിക്കലും രാത്രിയായ കുളിക്കലും. രാത്രി കുളിച്ചുകൊണ്ട് വലിയ ആളാവും. അതാണ് കുഴപ്പം. ഉച്ചക്ക് കുടിച്ച വൈകുന്നേരം കുളിക്കല്. ഞാൻ അതാണ് കുടിക്കാത്ത. ഇപ്പൊ മഞ്ഞ് സമയം കൂടെയാണ്. മഞ്ഞ് കൊണ്ടാണ് മഞ്ഞ സമയമാണ്. മഞ്ഞ് സമയം പാതരയ്ക്ക് മഞ്ഞ് വരും. അതാണ് ജലദോഷം. ഇപ്പൊ കിടക്കാൻ സുഖമുണ്ടോ? ഇപ്പൊ കിടക്കാൻ പറ്റുന്നുണ്ടോ? ഞാൻ തറയിൽ തന്നെ കിടക്കണം. തറയിൽ തന്നെ. കട്ടിലിൽ കിടക്കണുണ്ടതാ? കട്ടില് ഞാൻ തറയിൽ തന്നെ കിടക്കണം. ഇന്ന് പാതരായപ്പോ ഞാൻ ജയിച്ചു പരമ്പരിച്ചു.
ചുച്ചു വാങ്ങിക്കുമ്പോൾ ലൈറ്റ് ഇട്ടേക്കണ ട്യൂബ് പിരിക്കാത്ത. അപ്പൊ ഞാൻ ചിറ്റി പിരിച്ചു. ചുറ്റി വയ്ക്കിച്ച് നോക്കിയപ്പം ഇങ്ങനെ നോക്കിയപ്പം ഇവിടെ അല്ല, അത് ആ പരിക്കകത്താണ് ഇട്ടേക്കുന്നത്. പരിക്കകത്ത് ഇട്ടേക്കുന്ന അത് ഞാൻ ഇവിടെ ഒന്ന് നോക്കി. ഇവിടെ ഒന്ന് നോക്കിയപ്പോ ഇവിടെ ആരുമല്ല. പിന്നെ ഞാൻ ചുറ്റി ആ കട്ടിച്ച് കരക്കര ഇരിക്കാതെ കുറച്ച് കഴിഞ്ഞ് വരാം അമ്മ. കുറച്ച് കഴിഞ്ഞിട്ട് വന്ന് കുളിച്ചിട്ട് ഇലയപ്പൊക്കെ ഉണ്ടാക്കാം. ഞാൻ ഇന്ന് ഉണ്ടാക്കണ്ടെന്ന് വിചാരിച്ചാണ്. ഇന്നും ഉണ്ടാക്കാൻ ഇപ്പം കലയിടാൻ വെയിലരി. അടുത്ത വർഷം പറ്റുമെങ്കിൽ അടുത്ത വർഷം രാത്രിയായ കുളിക്കണയിൽ തന്നെ ഈ മഞ്ഞ് വീഴണം. ഞാൻ ഇന്നലെ വ്രതമൊക്കെ എടുത്തത് തന്നെ വയ്യെങ്കിൽ ഇന്ന് കുറയുമെങ്കിൽ പോവാന്നും പറഞ്ഞു. പക്ഷെ കുറയണില്ല. കുറയാതെ ഇപ്പൊ ഇതിപ്പോ വെയിലും കൂടെ കൊണ്ടാ കൂടെയല്ലേ ഉള്ളൂ. ഇപ്പൊ കിടക്കാതെ വല്ല ജോലിയും ചെയ്യും. ജോലി ഞാൻ രാവിലെ കാപ്പി കിട്ടിയാ ജോലി രാവിലെ കാപ്പി കുടിച്ചാ. എന്തരായിരുന്നു കാപ്പി? ഇഡലി ചായ. ഇഡലിയും കറി എന്തൊരു സാമ്പാർ വെച്ചല്ല. രാവിലെ ഞാൻ വന്ന് ജോലി ചെയ്തിട്ടാണ് വന്ന് കിടക്കണം. ജോലി ചെയ്തപ്പോ വയ്യ, അതുകൊണ്ടാണ് വന്ന് കിടക്കണം. ഇനിച്ച് വല ഉണ്ടാക്ക. എന്തിനുണ്ടാക്കാൻ? ഉച്ചക്കലത്തേക്കും കൂടെ ഇഡലി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇഡലി സാമ്പാർ. ഉച്ചക്കലത്തേക്ക് ഇഡലി സാമ്പാറും കഴിച്ചാൽ മതി. അപ്പൊ വിശപ്പ് മാറും. എനിക്ക് വയ്യമ്മ. നിങ്ങൾ ഉച്ചക്കൊന്നും കഴിക്കൂല. ഞാൻ ഉച്ചക്ക് ചോറുന്നില്ല. ചോറിന്ന കൂക്കൂല. ഈ രാത്രിയായ ചോറ് തിന്നൂല. നിങ്ങൾക്ക് രാത്രിയിലത്തേക്ക് എന്ത് രാത്രി ഇപ്പൊ ചോറ് തിന്നാത്ത? ചോറ് തിന്നാ ഈ കിലോ എടുക്കും. രാത്രി എന്തിനു വേണം? രാത്രി ഇപ്പൊ പലഹാരം മല ഉണ്ടാക്കിയാൽ മതി. പലഹാരം മതി അത് മതി. അമ്മ ഈ എക്കൾ എടുക്കുന്നത് നിങ്ങൾ ഈ ആഹാരം വാരി ചവയ്ക്കാതെ വാക്കാത്ത വെച്ച് വിഴുങ്ങുകൊണ്ടാണ്. നിങ്ങൾ മര്യാദക്ക് തിന്നെ. നിങ്ങൾ മര്യാദക്ക് ചവച്ച് തിന്നോണ്ടിരുന്നപ്പോ ഒരു കുഴപ്പമില്ലായിരുന്നു. ഞാൻ ഒരു പാത്രം ചോറിന് കൊണ്ടുവന്ന എനിക്കറിയാം. പാത്രമല്ല, നിങ്ങൾ മര്യാദക്ക് നമ്മൾ തിന്നുമ്പോൾ ഇങ്ങനെ കുറച്ചെടുത്ത് വാക്കാത്ത വെച്ച് അതിനെ ചവച്ചിറക്കിയ ഒരു കുഴപ്പവും വരില്ല. ഇത് ഇങ്ങനെ വാരി എടുത്ത് വാക്കാട്ട് വെച്ച് വിഴുങ്ങിയ ഈ ആഹാരം തൊണ്ടെന്ന് എനിക്കറിയാൻ. നമ്മൾ മനുഷ്യര് തിന്നും പോലെ സാധാരണ എത്തുപേർ ഇങ്ങനെ എടുക്കണം. ഇങ്ങനെ എടുത്ത് ഇങ്ങനെ വെച്ചിട്ട് ചവച്ച് തിന്നിറക്കണം. ഇത് നിങ്ങൾ ചെയ്യുന്ന എന്താണ്? ഇങ്ങനെ എടുക്കും, ഇങ്ങനെ വയ്ക്കും, വിഴുങ്ങും, പിന്നെ തൊണ്ടേ കയറും. എനിക്കറിഞ്ഞൂടാ. എത്ര നാളുകൊണ്ട് പറയണം അതിൽ നിന്ന് നമ്മൾ ആരും എടുത്ത് കഴിക്കില്ല. നിങ്ങൾ സാവകാശം പതുക്കെ കഴിക്കാൻ പറയണം. പതുക്കെ കഴിച്ചാലും എനിക്കറിഞ്ഞൂടാ. നിങ്ങൾ പതുക്കെ ഒരു കുഴപ്പമില്ല. ഇന്നലെ നിങ്ങൾ ആ വപ്രാളത്തില് എന്നിട്ട് ഞാൻ ഇന്നലെ ആഹാരം കഴിച്ചപ്പം ഇങ്ങനെ വെപ്രാളത്തിൽ കഴിക്കണം. അപ്പൊ ഞാൻ ഇവിടെ വഴക്കോറില്ല. നമ്മൾ പതുക്കെ കഴിയുന്ന പാലിന് തീരും മുമ്പ് വീണ്ടും കഴിച്ചുകൊണ്ടിരുന്ന വീണ്ടും ഒന്നര മണ്ടേക്കരുത്. അതുകൊണ്ടാണ് ഇനി നാളത്തെ ഇന്നോട്ട് കാപ്പി മതി എന്ന് പറയണം. ചോറേ തിന്നോളൂ, പക്ഷെ ഇന്നോട്ട് കാപ്പി മതി മണ്ടേ കയറുന്നുണ്ട്. അമ്മയ്ക്ക് വയ്യാത്തല്ലേ? ഇപ്പൊ തന്നെ എളുപ്പം വേണം. ഇന്ന് തന്നെ തിന്നണമെന്ന് നിർബന്ധമുണ്ട്. അതാ ജോലി ചെയ്താ തീരും. കൊച്ചു വിളിക്കുന്ന വിളിയാളമ്മ. എന്തരി അമ്മക്ക് വയ്യാത്തല്ലേ? നിങ്ങൾ പോയിരിക്കി. ഇന്ന് തന്നെ വയ്ക്കണോ? നാളെ വെച്ചാ പോരെ? പാറ്റ ഇന്ന് തന്നെ തിന്നണം. ഇന്ന് തന്നെ തിന്നണമെന്ന് നിർബന്ധമുണ്ട്. നാളെ തിന്നാ പോരെ? അമ്മക്ക് വയ്യാത്തല്ല. അവർക്ക് ഒരു കുഴപ്പമില്ല. അമ്മക്ക് വയ്യ, നിങ്ങൾ പോയിരിക്കും. അമ്മ കുറച്ചു നേരം സുഖമായിട്ട് കിടക്കണം. അപ്പ ക്ഷീണമൊക്കെ മാറും. അപ്പ സുഖമായിട്ട് ഇലയപ്പോ കഴിക്കാൻ പറ്റും. നിങ്ങൾ പോ. അടച്ചിരിക്കും. കസേര എടുത്ത് ഇങ്ങോട്ടിട്ട് ഇവിടെ ഇരിക്കാം. ഞാൻ വരാം. ഞാൻ വന്നിട്ട് വെച്ചേരാ. നോക്കട്ടെ. ആവുന്നുണ്ടെങ്കിൽ നിൽക്കില്ലെങ്കിൽ നാളെ എങ്ങനെ വെക്കാം. കസേര എടുത്തോണ്ടിട്ട് ഇവിടെ ഇരിക്കാം.
ഭയങ്കര നടുവേനടാ. ഇങ്ങനെ കിടന്ന നടുവേദന. അമ്മ എപ്പ കിടന്നു? അമ്മ ഇപ്പഴല്ലേ ഒന്ന് കിടന്നത്. അമ്മ കാപ്പിയൊക്കെ ഉണ്ടാക്കിട്ട് ഇപ്പൊ ഒന്ന് കിടന്നില്ലേ? കുറച്ച് കഴിഞ്ഞിട്ട് എണീക്കാം. വന്നാ ആ പെണ്ണ് ഏത് പെണ്ണ്? ആ പെണ്ണ് നിന്റെ അമ്മ അമ്മ എവിടെ പോയ? കുളിച്ചും കൊണ്ട് വന്നാ? ഓ കുളിച്ചും കൊണ്ട് വന്നാ? കുളിച്ചും കൊണ്ട് വന്നാ? എന്തര് രാവിലെ ഉണ്ടല്ല നിങ്ങളെ അമ്മക്ക് വയ്യാതിരുന്നപ്പ എന്തിനെ ഇലയപ്പം ചോദിച്ചാ? അത് ചോദിക്കണം. എന്തിന് അങ്ങനെ ഒരു ജാതി ഇന്ന് ചോദിക്കണ്ടേ? ചായ ഒന്നും കുടിച്ചില്ല. ഞെരിച്ചാ? ഓ നീ രാത്രി കുളിക്കല്ലേ? ഇല്ല, അല്ല കാ മുഴുവൻ പഴുത്തിരിക്കുന്ന കേട്ടാ, നിറച്ചു പഴുത്തിരിക്കുന്നു. അത് പഴുക്കട്ട്. തിന്ന ഇപ്പൊ കൊത്തിയരിഞ്ഞ പഴുത്തതല്ല. നീ ഇപ്പൊ മുഖം കൊണ്ട് എവിടെ പോണാ? ഇല പറിക്കാൻ പോണ്. ഇലയിപ്പ വയ്ക്കന്നെ. ഓ ഞാനും കൂടെ വന്ന് പറിച്ചേട്ടാ. ഓ ഇതെവിടെ പോണ? ഇതേ അത് വഴി കൂടെ കൈ കിട്ടിയ. ഞാൻ അവിടെ നിന്നപ്പോ ഇങ്ങനെ ഒരെണ്ണം കയ്യിലില്ലായിരുന്നല്ലേ. എവിടെ പോണ? ഇല പറിക്കാൻ വരണ? നല്ല ഇല എന്റെ കൊണ്ടാട്ടാ. നല്ല ഇല ഇല്ല, അതാണ് പ്രശ്നം. ഉള്ളത് നിന്റെ പൊക്കമുണ്ടെങ്കിലേ വലുത് ഇലയെ പവിക്കാടാ. ചെറിയ ഇല നമ്മറം പിടിക്ക്. ടീച്ചറെ അല്ല അമ്മ. ടീച്ചറേന്നാ? നിനക്ക് 24 മണിക്കൂർ ടീച്ചർ ഓർമ്മയുള്ളൂ ആടാ. അമ്മ ഇങ്ങോട്ട് തിരി. ഹലോ ഗായ്സ്, അപ്പം ഇന്ന് ശിവരാത്രിയാണ്. അതിനനുബന്ധിച്ച് ഇത് ഇലയപ്പൊക്കെ വയ്ക്കാൻ പോവുകയാണ്. കാലത്ത് തന്നെ അച്ചാമ്മ ഒന്ന് പറഞ്ഞു പെണ്ണെ ഇലയപ്പം ഇവിടെ ഇലയപ്പം ഇവിടെയെന്ന്. അപ്പൊ അമ്മ വയ്യാതെ കിടക്കുകയായിരുന്നു. അമ്മേനെ സ്വൈര്യമില്ലാതെയാണ് അമ്മ. അമ്മയെ കൊണ്ട് ഇലയപ്പം വൈപ്പിച്ചിട്ട് അടങ്ങോളൂ. അയ്യോ അയ്യോ, ഈ ഇല പോരല്ല, നല്ല ഇല ഇല്ല. വലിയ ഇല വേണം. ഇത് കുഞ്ഞില. ഇനിയിപ്പോ തെരളിയും കൂടെ പറിക്കാം. അമ്മക്ക് ഇങ്ങനെ ഇല കടിക്കാൻ ഇവിടെ മൂക്കല്ലേ പിടിച്ചു നോക്കി. നല്ല ആളെയാണ് താങ്ക് യു വെൽക്കം ഒക്കെ പറയണം. ഇപ്പൊ പറയും തിരിച്ച്. വലിയ എല്ലാം നോക്കിയാണ് പറിക്കണം. വലുത് നോക്കി പറിക്കണം. ചെറുത് ചെറുത് അയ്യം. ചെറുതല്ല, എല്ലാം മേളിലോട്ടായി. ഇപ്പം കുറച്ചേ ഉള്ളൂ. എനിക്ക് അതിനെ വൃത്തി കഴുകണം. ഇത് കുറച്ച് മതി. കുറച്ച് മതി. ഒരുപാട് വരണില്ല. അല്ല ഇനി അവിടെ നിക്കല്ലേ? എത്തൂല്ല. അവക്കും ഒത്തൂല്ല, എനിക്കും ഒത്തൂല്ല. എത്തുന്നുള്ളതിക്കേ പറ്റുള്ളൂ. ഞാനും കൂടി വരാനും പണിയ നമ്മളെ കിടക്കാനായിട്ട് രാത്രി വൈകിട്ടൊന്ന് ഇല വയ്ക്കാൻ അപ്പം ഉണ്ടാക്കുമെന്ന്. യാതൊരു ബന്ധമില്ലാന്നല്ല പെണ്ണെ നീ സംസാരിക്കുന്ന. വൈകുന്നേരം കിടക്കാൻ നേരത്ത് രാത്രി അപ്പം ഉണ്ടാക്കി ഇല ഉണ്ടാക്കുമ്പോ ഇത് അവിടെ വയലുണ്ട്. വാ
അയ്യോ അയ്യോ. ബാ ബാ നല്ല വാങ്ങിച്ചിട്ടാണ് ഇതിന്റെയൊക്കെ മണ്ട വെച്ച് അങ്ങ് വെട്ടണം കേട്ടാ. ഇത് പൊങ്ങി പൊങ്ങി പോണ്. പൊങ്ങിപ്പോയി എങ്ങനെ പറിക്കുന്നതാ കണ്ടില്ലേ? ഇപ്പൊ പറിക്കാൻ പറ്റുന്നില്ലല്ലോ. മതി. അയ്യോ അത് നിറച്ച് നിക്കുന്ന പഴുത്ത് നോക്കിയാണ്. കണ്ടോ? ഇതാണ് നമ്മുടെ വീട്ടിലെ ചെറി. നിറച്ച് നിക്കണല്ലേ. ഞാൻ പറിച്ചോണ്ടോ? എന്തിനു പറിക്കണം? ആരും കഴിക്കൂലടാ. അത് പക്ഷികളെങ്കിലും കഴിക്കട്ടെ. അതിൽ നിന്ന് അവര് കഴിച്ചോളും. കുറച്ച് വാഴയിലും കൂടെ വെട്ടട്ടാ അല്ലേ? വാഴയിലും കൂടെ വെട്ടിയാ അതിലപ്പാവിക്കാം. നന്നായിട്ട് കഴുകണം. വാട്ടിയിട്ട് കഴുകാം. പൊടിയ നേരെ ഇല്ല. നന്നായിട്ട് കഴുകണം. നന്നായിട്ട് കഴിക്കടാ. ആർക്കെങ്കിലും ഒക്കെ കൊടു. ഇത് മതിയാന്നെ. ഓ മതി മതി. ഇത് മതി. ബാക്കി താണ്ട് നമ്മള് വാഴയില വെട്ടേല്. വാഴയിലയും കൂടെ കേറ്റാം. അപ്പാവിക്കേ ഒരു പാത്രത്തിൽ വെച്ച് കഴുകിയിട്ട് ഉപ്പും കൂടെ ഇട്ട് പറഞ്ഞപ്പോ കൊതിയാവണം. ഇങ്ങനെ കഴുകിയാ പോരാ. ഒന്ന് വാട്ടിയിട്ട് നമ്മളെ സ്ക്രബ്ബർ ഇട്ട് ഒന്നും കൂടെ ഉരച്ചു കഴിവണം. വാട്ടിയിട്ട് സ്ക്രബ്ബർ ഇട്ട് ഉരച്ചു കഴിവാ. ഇതേമ്മ മതിയാ? ഓ അത് മതി. അത് മതി. വാഴയില എല്ലാം ഉണ്ടല്ലോ. ഇനി വേണമെന്നേ. വേണ്ട വേണ്ട. ഇതൊരു അലമ്പ് ഈ വീടിനകം. ഈ കുമ്മളരി ഇതൊക്കെ കരയോ? വാട്ടിയിട്ടാവുമ്പോഴേ ഇല കീറൂല. ഇല്ലെങ്കിൽ സ്ക്രബ്ബറിട്ട് ഉരച്ചു കഴിയുമ്പോ വില കീറിപ്പോവും. നന്നായിട്ട് കഴുകണല്ല. നല്ല അഴുക്കുണ്ട്. നാര് പെട്ടെന്ന് രാവിലെ നേരത്തെ അയച്ചു ചെയ്തുകൂടായിരുന്നാ? നീ കടക്കണത്തിന് കടക്കണ തുല്യം. ഇത് കയറി കിടക്കണ ചുല്ലിയോ? കടക്കണത്തിന് നേരത്തെ ചെയ്യണമായിരുന്നു. അയ്യോ ഞാൻ എന്ത് പറയും ഭഗവാനെ. 5 ദിവസം ഞാൻ കിടന്നുപോയ എന്റെ ഈ വീട്ടിലെ അവസ്ഥ ആലോചിക്കുമ്പം എനിക്ക് വിഷമം വരണേ ഭഗവാനെ. നീ അവിടെ ഇരിക്കണമെങ്കിൽ ഇരിക്കും കൊച്ചിന്റെ അടുത്ത്. അടി ഉണ്ടാക്കാതിരുന്നാ മതി രണ്ടും കൂടെ. 5 ദിവസം ഞാൻ കിടന്നുപോയ എന്ത് ചെയ്യോ എന്തോ. എന്നെ ഞാൻ കുറച്ചു ദിവസം കിടന്നുപോയ എന്ത് ചെയ്യും? നീ കുറച്ചു ദിവസം കിടന്നാ പട്ടിണിയാവും. പട്ടിണിയാവോ? പട്ടിണി കിടക്കോ അപ്പം? പിന്നെ പട്ടിണി കിടക്കാതെ പിന്നെ ഒന്നുമില്ല കുടിക്കാൻ. വെളിയിൽ നിന്ന് എന്തൊരു വാങ്ങിച്ചു കുടിക്കണേ? അതെന്ത് വെളിയിലേക്ക് പോവാൻ പൈസ വേണ്ട. പൈസ തന്നാ പോവോ? പണ്ട് വെളിയിൽ കൊറേ പോയതല്ലേ? പോണേ കടയില് ആണുങ്ങളെ പലഹാരം കാപ്പിയൊന്നും വാങ്ങിക്കാൻ ചായയൊന്നും വാങ്ങിക്കാന്ന് പോകാൻ. പിന്നെ നമ്മള് കണ്ണ് തപ്പം തൂക്കുപാത്രം എടുത്തോണ്ട് ഓടണം എന്തിന്? തൂക്കത്തോടത്തോണ്ട് ഇന്നും പോവില്ല. അതിപ്പോ നമ്മള് ഗേറ്റ് പൂട്ടിയിരുന്നോണ്ടല്ലേ. ഇല്ലെങ്കിൽ നിങ്ങൾ പോവൂല്ല. ഞാൻ പോവൂല. അയ്യോ പാവം പേടി. പൈസ ഇല്ല. ഗേറ്റ് തുറന്നിട്ട് പൈസ ഇല്ല. കടയിൽ പോയി പറഞ്ഞെന്തെന്നറിയോ? ആ പെണ്ണ് ഒരു കടയിലുണ്ട്. നമ്മളിത് അറിയണില്ല. ഞാന് എന്നും ഓഫീസിൽ പോണ സമയത്ത് ഞാൻ എന്ത് ചെയ്യും? ഡോറ് പൂട്ടൊന്നും ചെയ്യാതെ സാധാരണഗതിയിൽ പോവും. ഇവിടെ താഴത്തെ കടയിൽ പോയി ചായ കുടിക്കുമായിരുന്നു. ഒരു ദിവസം ഞാൻ നേരത്തെ വന്നപ്പോ ഉണ്ട് ആളില്ല ഇവിടെ. ഞാൻ ഓഫീസിൽ നിന്ന് നേരത്തെ വരുമായിരുന്നു. 2-3 മണിയൊക്കെ വരും.
ഇവിടെ വന്നപ്പോ ആളില്ല. ഇതെന്തൊരു പാടപ്പാന്ന് പറഞ്ഞ് ഞാൻ നോക്കിയപ്പോണ്ട് ഞാൻ അങ്ങനെ ഇങ്ങോട്ട് പോട്ടെന്ന് പറഞ്ഞ് ഇങ്ങനെ ആലോചിച്ചോണ്ടിരുന്നപ്പോൾ തൂക്കുപാത്രം ആട്ടി വരണം. കയ്യിലൊരു കവറും ഉണ്ട്, നമ്മളെ മറ്റേ സ്നാക്സ് പോയി കിട്ടുന്ന കവറ്. അപ്പൊ ഞാൻ ചോദിച്ചു എവിടെ പോയി ചോദിച്ചപ്പോ ഒരു വിധത്തിൽ ഏക്കൂല. താഴത്തെ കടയിൽ പാല് വാങ്ങാൻ പോയപ്പോ ആ മാമൻ പറയണ് അങ്ങോട്ട് പോണുണ്ടെന്ന് പറഞ്ഞു, തൂക്കുപാത്രം ആട്ടി പോണുണ്ടെന്ന് പറഞ്ഞു. രാവിലെ ഉച്ചയ്ക്കും പോയി, അതാണ് അതിലും വലിയ തമാശ. ഞാൻ അങ്ങനെ എന്തെങ്കിലും ഫ്രണ്ട് ഗേറ്റ് പൂട്ടി. അപ്പൊ നമുക്ക് ഈ ബാക്ക് സൈഡിൽ ഗേറ്റ് ഉണ്ട്. ഞാൻ പറഞ്ഞില്ലേ ബാക്ക് സെന്റ് തോമസ് സ്കൂളിന്റെ മെയിൻ റോഡാണ്, അവിടെ ഗേറ്റ് ഉണ്ട്. അപ്പൊ അത് വണ്ടിയൊന്നും കയറൂല, പഠിക്കട്ടായിട്ടേക്കുന്നത്. നിങ്ങൾക്ക് അറിയാലോ, കണ്ടിട്ടുണ്ടല്ലോ. അപ്പൊ ഞാനത് ഈ ഗേറ്റ് എന്റെ മനസ്സിൽ പോലും തോന്നിയില്ല അതുവരെ ഇറങ്ങി പോകുന്നു. അയ്യോ, ഞാന് അതിന്റെ പിറ്റേ ദിവസം താഴത്തെ കടയിലാണ് പാല് വാങ്ങാൻ പോയത്. താഴത്തെ കടയിൽ പാല് വാങ്ങാൻ പോയപ്പം എന്താ പറയണ അമ്മായി പോണുണ്ടല്ലോ. അപ്പൊ ഞാൻ പറഞ്ഞ ഗേറ്റ് പൂട്ടിയിരുന്നല്ല, അതുകൊണ്ട് ഇതുവഴി പറഞ്ഞു കണ്ടെന്ന്. അപ്പോഴാണ് ആലോചിച്ച ബാക്ക് ഗേറ്റ് വഴി എന്നുവെച്ചാൽ ഒരെണ്ണം പൂട്ടിയാ അപ്പുറത്തൂടെ പൊത്തുപോകും. അങ്ങനെ പിന്നെ രണ്ട് സൈഡും പൂട്ടിയിടും. അതാണ് ഇപ്പൊ പറഞ്ഞത് ചായക്കടയിൽ പോകൂല, ചായക്കടയിൽ പോകൂലെന്ന്. ഇടയ്ക്ക് ആരൊക്കെ കമന്റ് ചെയ്യുന്നുണ്ട്, അമ്മ തൂക്കുപാത്രം ആട്ടി പണ്ട് പോണ കണ്ടിട്ടുണ്ട്, ആട്ടിയേ പോവുള്ളൂ, ഇങ്ങനെ ഇരുന്ന് ആടും തൂക്കുപാത്രം. ഇപ്പൊ എല്ലാരും അത് പറയും. നമ്മളെ ഈ ഗേറ്റ് പൂട്ടിക്കൊണ്ട് പോണ ഇപ്പൊ അമ്മ ചായക്കടയിൽ പോയി ചായ വാങ്ങുന്നതിലോ ചായ കുടിക്കുന്നതിലോ ഒന്നും നമുക്കൊരു കുഴപ്പമില്ല. കാര്യം നമ്മളില്ലല്ലോ. പകൽ അമ്മയ്ക്ക് ബോറടിക്കും, ഒറ്റയ്ക്ക് എത്രയും നമ്മൾ ഒരു മനുഷ്യ വീടിനകത്തിരിക്കും. നാലാളെ കാണുന്നതൊക്കെ നല്ലത് തന്നെ. പക്ഷെ ഒരു വട്ടം അമ്മയെ നമ്മൾ കാണാനില്ല എന്ന് പറഞ്ഞ സ്റ്റേഷനിൽ പരാതി കൊടുക്കേണ്ടി വന്നു. കാര്യം ആള് ഇറങ്ങിപ്പോയിട്ട് തിരിച്ചു വരാൻ വഴി അറിയില്ല. ഒരു മുടുക്കി എന്നാണ് ചേട്ടൻ പിടിച്ചോണ്ട് വന്നത്. അതൊരു ഓത്രയായി 12 മണിയായപ്പോഴാണ് കണ്ടുപിടിച്ചത്. പിന്നെ ഒരു വട്ടം പണ്ടൊരിക്കൽ വണ്ടി തട്ടിയിട്ടുണ്ടാ, ഞാൻ പറഞ്ഞല്ലോ, കയറി കൂടെ ഇപ്പൊ കാലിൽ കൂടെ കാർ കയറി. അതിനുശേഷം ഇപ്രാവശ്യം ഈ ഇടയ്ക്ക് തന്നെ കാലില് വണ്ടി തട്ടിയിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അങ്ങനെ അതുകൊണ്ട് വണ്ടി തട്ടും, അതാണ് പേടി. അല്ലാണ്ട് നമുക്ക് അമ്മ പോകുന്നതിൽ ഒരു സങ്കടവും ഇല്ല. ഇപ്പൊ ഇറങ്ങിപ്പോയി ചായക്ക് വാങ്ങിച്ചു കുടിക്കുന്ന മനുഷ്യരല്ലേ. അപ്പൊ നമ്മളാണെങ്കിൽ വെളിയിൽ പോയി ചായക്ക് വാങ്ങിച്ചു കുടിക്കുമല്ലോ. പക്ഷെ നമ്മളെ പോലെ തിരിച്ചു വരാനും അറിഞ്ഞൂടാ, വണ്ടികൾ തട്ടും. അമ്മ നടു റോട്ടിൽ കൂടെ പോകുള്ളൂ. അമ്മ പോണാണുമ്പോ പേടിയാവും നമുക്ക്. അപ്പൊ വാഴയിലൊക്കെ സെറ്റായിട്ടുണ്ട്. പിച്ചാത്തി എവിടെ വെച്ചോ എന്തോ ഒരു ഓർമ്മയും ഇല്ല. ഇപ്പൊ ചൂടുന്ന ഇപ്പൊ ചുടു. രാത്രി ആവൂലേ? രാത്രി എന്തിനാവണം, ഇപ്പൊ ആവുമല്ല. നീ കടന്നാ നേരത്തെ ചുട്ടിരുന്നെങ്കി ഇപ്പൊ തോന്നാനായിരുന്നു. വയ്യാത്തോണ്ടല്ലേ അമ്മ കിടക്കണം, അല്ലെങ്കിൽ കേറി കിടക്കോ? വയ്യാതെ കിടന്നു. ഈ വീട്ടിൽ വന്നതിന് ശേഷം വയ്യാതായി ഒന്ന് കിടക്കാൻ പോലും പറ്റണില്ലേ പൊന്നപ്പി. വയ്യാതായി കിടന്ന അപ്പ വരും. പിന്നെ നീ കിടക്കണമെന്ന് ചോദിച്ചോണ്ട്. നീ കിടക്കണ ഇനി ഈ കുളിയ തലേന്ന് കുളിക്കലും. ഓ ശരി മുതൽ. ഇനി കുളിച്ചാ തലയൊക്കെ കുളിച്ചോണ്ടിരിക്കും. ഞാൻ പോയേ പച്ച ഈർക്കിൽ എടുത്തിട്ട് വരട്ടെ. പച്ച ഈർക്കിലുണ്ട്. പണ്ട് എന്റെ അമ്മ ചെയ്യുന്നത് തുമ്പുള്ള ഇതിന്റെ തുമ്പ് ഇങ്ങനെ കെട്ടും. ഞാൻ കെട്ടാൻ നോക്കിയ പത്തിനും തന്നെ തന്നെ അത് ഒടിഞ്ഞു പോണ്. അമ്മ അങ്ങനെ ചെയ്യണേ കണ്ടിട്ടുണ്ട്. എന്ത് പോട്ടെ, സാരമില്ല. ഇടിച്ചാ പോട്ടെ പോട്ടെ പോട്ടെ. എവിടെ ഇടിച്ചാ? അച്ചമ്മ തളവി തന്നല്ല പോയല്ല. അതങ്ങ് പോവും, അങ്ങ് പോവും. ആ കയറ്റി പിടിച്ച് അരച്ചത് ചെയ്തു. അതില്ല എന്റെ പോട്ടെ പോട്ടെ. കുറ്റി വലിച്ച് തോർക്കല്ലോ. പോട്ടെ. പോട്ടെ. എന്ത് വേണ്ടേ സാധനങ്ങളൊക്കെ ഞാൻ ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ടേ. മാവ് കുഴച്ച് വെച്ചിട്ടുണ്ട്. ഇത് ശർക്കര, തേങ്ങ, ഏലക്ക, ഇച്ചിരി നെയ്യും കൂടെ ചേർത്ത്. നെയ്യ് ചേർത്ത് നല്ല ടേസ്റ്റാണ്. ഞാൻ അങ്ങനെ ചേർക്കാറില്ല, പക്ഷെ ഇടയ്ക്ക് ഒരു കൂട്ടം ആൾക്കാർ ഞാൻ അത് എവിടെ നിന്നോ കഴിച്ചത് നെയ്യിട്ടായിരുന്നു, നല്ല ടേസ്റ്റ് ആയിരുന്നു. പിന്നെ ഇത് തെരളിക്ക് എല്ലാം കൂടെ ഇതിലിടാ നെയ്യ് ഇട്ടിരിക്കുന്നു. വരവണം തെരളിക്ക് കുഴച്ച് വെച്ചേക്കുന്നത്.
വീടല്ലേ താഴെ, കളിക്കണതൊക്കെ കൊള്ളാം. ആദ്യം തേരളിക്ക് കേൾക്കാം എങ്ങനെയാണ് തേരളി പോണ്ട നമ്മൾ ഉണ്ടാക്കുന്നത് കാണിച്ചു തരാം. ഓരോ നാട്ടിലും ഓരോ രീതിയാണ്, ഞാൻ ഉണ്ടാക്കുന്നത് എങ്ങനെയാണ്. എന്തായാലും കഴിച്ചിട്ടുള്ളവർ കൊള്ളാമെന്ന് പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് കൊള്ളാമായിരിക്കും. അത് തന്നെ ശരി. അവന്റെ സ്കൂളിൽ ഞാൻ കൊടുത്തു വിട്ടു, അപ്പൊ അവന്റെ ടീച്ചേഴ്സിനൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു എന്നൊരു വട്ടം പറയുന്ന കേട്ടോ. ഇനി സ്കൂളിൽ ആവാറാവട്ടെ എന്റെ കുഞ്ഞു കുഞ്ഞേ. അയ്യോ, ഇത് പാപ്പ ഉണ്ടാക്കാൻ പോണതേ ഉള്ളൂ അമ്മ. അതിന്റെ ദിവസമൊക്കെ പിന്നെ നീ പറഞ്ഞത് എന്റെ സ്കൂളിൽ വരുന്നുണ്ട്. എന്റെ സ്കൂളിൽ എന്റെ ക്ലാസ് വന്ന് അവന്മാരെന്നെ അടിക്കും. ഒരു സെക്ഷൻ കയറ്റി ഞാൻ അടുത്ത്, എനിക്ക് നല്ല ശ്വാസം മുട്ടുന്നു. ഒരു സ്റ്റെപ്പ് കഴിഞ്ഞേ, ഇനി അടുത്ത സ്റ്റെപ്പ് ആവിയിൽ കയറ്റി വെക്കാൻ പോവാണ്. വാഴയില മാത്രമല്ല പൊടിയനില ഉണ്ട്. ഇപ്പൊ ഒരു 5-6 വാഴയിലയിൽ കയറ്റിയിട്ട് ബാക്കി പൊടിയനില വെക്കാന്ന് കരുതി. ആവശ്യത്തിനുള്ള പൊടിയനില ഇവിടെ ഇല്ലാത്തതുകൊണ്ട് ആ ഒരു കുറവ് നികത്താനാണ് ഞാൻ വാഴയില എടുത്തത്. കാര്യം മാവ് ഞാൻ കുറെ നനച്ചു വെച്ചു, കുറെ അല്ല ആവശ്യത്തിന് നനച്ചു വെച്ചു. അപ്പൊ അതുകൊണ്ട് ഇനി ബാക്കി മാവ് വേസ്റ്റ് ആക്കരുതല്ലോ. അപ്പൊ ഞാൻ ഒരു പൊടിയനിലയിൽ എടുക്കുന്ന കൂടെ കാണിച്ചു തരാവേ, എന്നിട്ട് പിന്നെ നമുക്ക് കാണാം. ഞാൻ കട്ടി കുറച്ചാണ് കേട്ടോ പരത്തുന്നത്. കാര്യം കട്ടിയിൽ വെച്ചാൽ അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല. കട്ടി കുറച്ച് പരത്തുന്നത് നല്ല ടേസ്റ്റ്. നല്ല ശ്വാസം മുട്ടലുണ്ട്. കഴിഞ്ഞിട്ടോടെ മൂക്കിൽ മരുന്നൊഴിക്കാൻ. ചെറിയ പൊടിയനിലയായിപ്പോയി. നെയ് ശിവരാത്രിയായിട്ട് ഉറക്കം എണീക്കണ? ശിവരാത്രിയൊക്കെ ഉറക്കൊഴിഞ്ഞിരിക്കാണ്. ഇരിക്കണ രാവിലെ ഉറക്കൊഴിഞ്ഞിരിക്കാണ്. എനിക്ക് മരുന്ന് രാത്രി മരുന്ന് കഴിച്ചിട്ട് കിടക്കണല്ലേ, എനിക്ക് പറ്റൂലേ? എല്ലാരും ഉറക്കൊഴിയും. എന്നും ഈ രാത്രി നീ ഉറക്കൊഴിയണ? ഇല്ലമ്മ, എനിക്ക് വയ്യല്ലോ. നീ ഇന്നലെ ഉറക്കൊഴിഞ്ഞിരുന്ന് രാവിലെ ഒഴിച്ചപ്പോ നിന്നെ കണ്ടില്ല. ഞാൻ നേരത്തെ കിടന്നു ഉറങ്ങും. ഞാനും നേരത്തെ മരുന്ന് കഴിച്ചുകൊണ്ട് കിടന്നു ഉറങ്ങും. ഓ, നീ നേരത്തെ മരുന്ന് കഴിച്ചുകൊണ്ട് കിടന്നു ഉറങ്ങും. അപ്പൊ രാവിലെ കഴിക്കാം, അപ്പൊ ക്ഷീണം മാറും. ശ്വാസം മുട്ടല്. ഞാനേ അപ്പൊ എല്ലാം അടുപ്പത്താക്കിയിട്ട് ലാസ്റ്റ് കാണിക്കാവേ, അല്ലെങ്കിൽ വീഡിയോ നീണ്ടു പോയിക്കൊണ്ടിരിക്കും. അപ്പൊ അത് എല്ലാരും അടുപ്പത്താക്കിയിട്ടുണ്ടേ. ഇനി വേവുന്ന താമസം കേട്ടോ. വെന്ത് 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 ഇറക്കി വെച്ച്. ആദ്യം വിളക്കിന്റെ മുമ്പേ വെക്കട്ടമ്മ, വിളക്ക് കത്തിച്ചേലേ ഉള്ളൂ. ഓ, വിളക്കിന്റെ അടുത്ത് വെച്ചിട്ട് എടുക്കാം. നമ്മുടെ അപ്പമൊക്കെ റെഡി ആയിട്ടുണ്ട്. നല്ല ചൂട്. തെരളിയപ്പം, തെരളിയപ്പം, ഇലയപ്പം. നല്ല വിളക്കിന്റെ മുമ്പ് വെക്കട്ടെ. വിളക്കിന്റെ അടുത്ത് വെച്ചിട്ട് വരാം. പണ്ട് വിളക്കിന്റെ അടുത്ത് കഴിയുന്ന പറഞ്ഞപ്പോ കാര്യമായിട്ട് മനസ്സിലായില്ല. പണ്ട് വയ്ക്കുമോ എന്നാന്തോ. നമുക്കിങ്ങനെ ഒരു ചടങ്ങുണ്ട് കേട്ടോ. നമുക്കെന്നല്ല, ഞാൻ ചെയ്യും. എന്ത് സ്പെഷ്യൽ വെച്ചാലും ഭഗവാൻ വെക്കും, പായസം ഉണ്ടാക്കിയാ വെക്കും. അങ്ങനെ പിള്ളേർ ടി വിക്കകത്ത്. ഇന്നലെ ടി വി ആണ് ബാ. ഓ, വെച്ച്
ഉച്ചയ്ക്ക് ആ കൊച്ചുങ്ങൾ കൊടുത്തെത്തിയത് കൊച്ചുങ്ങളൊന്നും തിന്നൂലമ്മ, ഇപ്പോഴൊന്നും തിന്നൂല, എന്നൊക്കെ തോന്നണം. ആ ചെറുക്കൻ ചെന്ന് ദാ. കൊടുക്കാം കൊടുക്കാം, കഴിച്ചു നോക്ക്. കൊള്ളാം കൊള്ളാം, നല്ല വരും, കറക്റ്റിന് വരും. എന്ത് ഫുഡ് കൊടുത്താലും അമ്മ കഴിക്കുന്നത് കാണാൻ എനിക്ക് പ്രത്യേക ഒരു ഇഷ്ടമാണ് കേട്ടോ. കാരണം ഇപ്പോഴല്ലേ അമ്മ ഇതൊക്കെ കഴിക്കുന്നത്, അത് എനിക്ക് ഭയങ്കര ഒരു അഭിമാനമാണ്. കൊള്ളാം. ഞാനായിരിക്കും പിള്ളേർക്ക് കൊടുക്കാം. ഒരുങ്ങിക്കെട്ടി നിൽക്കുന്നേ ഉള്ളൂ. എനിക്ക് നന്നായിട്ട് വയ്യായ്ക ഉണ്ടായിരുന്നു, പക്ഷേ എങ്കിൽ പോലും കിടക്കാൻ തോന്നിയില്ല. കാരണം ഒന്ന്, മഹാശിവരാത്രി എനിക്ക് അത്രയും പ്രിയപ്പെട്ട ഒരു ദിവസമാണ്. അതിലൊക്കെ ഉപരി ആ ദിവസത്തിന് വേണ്ടിയിട്ട് കാത്തിരുന്ന അമ്മയുണ്ട് ഈ പറയുന്ന കുമ്മിളപ്പത്തിനും ഇലയപ്പത്തിനൊക്കെ വേണ്ടി. അപ്പോൾ അതൊരു പ്രത്യേക സന്തോഷമാണല്ലോ. അപ്പോൾ ഇതോടെ ശിവരാത്രി ആശംസകളെ.